നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രപരം, സുപ്രധാനം, ഈ രണ്ട് വാക്കുകളിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസം നീണ്ടുനിന്ന ആ ഇസ്രായേൽ സന്ദർശനത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് വന്ന് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നു. സുപ്രധാനമായിട്ടുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുന്നു. സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തികവും പ്രതിരോധ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട്. മാത്രമല്ല, ഇസ്രായേൽ പാർലമെന്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇന്നും എന്നും ഇന്ത്യ ഇസ്രായേലിനൊപ്പം അടിയുറച്ച് നിൽക്കും എന്നൊരു കാര്യം. മാത്രമല്ല, ഇസ്രായേലിലെ ഇന്ത്യൻ സമൂഹവുമായിട്ടൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ ഒരു സന്ദർശനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച്? മാത്രമല്ല, ഈ ഒരു സന്ദർശനത്തിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ ഇസ്രായേൽ സഖ്യം അത് ഭയപ്പെടുത്തുന്നത് ആരെ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് ശ്രീമതി ഷൈനി ബാബു, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് വർഷങ്ങളുടെ നീണ്ട ഒരു ചരിത്രം തന്നെയുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ, സംഘർഷഭരിതമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് നടത്തിയ ആ ഒരു സന്ദർശനം നമുക്ക് നൽകുന്ന ഒരു സൂചനകൾ, സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ എന്നും ചേരിചേരാ നയത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ചേരിചേരാ നയത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. എല്ലാ രാജ്യങ്ങളോടും ഇന്ത്യക്ക് എപ്പോഴും നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം നമ്മൾ ഏത് തരത്തിൽ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് ഇന്ത്യ പോയി എന്നതുകൊണ്ട് നമ്മൾ ഇറാനെതിരെ ഇസ്രായേലിന്റെ പക്ഷം ചേർന്നു എന്നതിനെ അർത്ഥമാക്കേണ്ടതില്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ടെൻഷൻ അത് വേറെ വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അതിനകത്ത് തൽക്കാലം പാർട്ടിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇസ്രായേല് എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അത് ഇറാനുമായിട്ടുള്ള ബന്ധമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഇറാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല നമുക്ക് ഇസ്രായേലുമായിട്ടുള്ളത്. ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെയേറെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ആക്രമണങ്ങളിൽ ഇസ്രായേൽ നേരിട്ട് നമ്മളെ സഹായിക്കുന്ന രാജ്യമാണ്. നേരെ മറിച്ച് ഇറാനുമായിട്ട് നമുക്കുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിസിനസ് റിലേഷൻഷിപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി അവിടെ പോയി എന്നതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് വാസ്തവത്തിൽ യാതൊരു അർത്ഥവുമില്ല. അത് വെറും പോളിറ്റിക്സ് ആണ്. ഇപ്പൊ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണം എന്ന നിലയ്ക്കുള്ള ഒരു വിമർശനം മാത്രമാണ് ഇതിനകത്ത് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്ന സമയത്ത് ഇവിടെ ചില ആളുകൾ പറയുന്നത് അവിടെ പോയിട്ട് ഹമാസിനെ രക്ഷിക്കാൻ വേണ്ടി പറയണം, പാലസ്തീനികളെ രക്ഷിക്കാൻ വേണ്ടി പറയണം, ഇറാനെ രക്ഷിക്കാൻ വേണ്ടി പറയണം, ഇന്ത്യയുടെ കാര്യങ്ങൾ പറയണമെന്ന് അവർ ആവശ്യപ്പെടുന്നതേ ഇല്ല. നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്നത് ഇന്ത്യയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇസ്രായേലുമായി എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാര വിഷയങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ കരാറുകൾ, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ, ഹെൽത്ത് സെക്ടറിലുള്ള നമ്മുടെ ഇടപെടലുകൾ, കൂടാതെ നമ്മൾക്ക് 6 ആകാശത്ത് വെച്ച് റീഫ്യൂൽ ചെയ്യുന്ന വിമാനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു ഇസ്രായേലിൽ നിന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അല്ലാണ്ട് ഹമാസിനെ രക്ഷിക്കണമെന്ന് പറയാനല്ല നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നത്. അപ്പൊ നമ്മളുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്ന സമയത്ത് പാലസ്തീനികളുടെ വിഷയം സംസാരിക്കണം എന്ന് ഇവിടുത്തെ ആളുകൾ പറയുമ്പോൾ അവർക്ക് ഇന്ത്യയെ കുറിച്ചാണോ കൂടുതൽ താല്പര്യമുള്ളത്, അതോ പാലസ്തീനികളെ കുറിച്ചാണോ കൂടുതൽ താല്പര്യമുള്ളത് എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, ഇപ്പോഴ് പ്രധാനമന്ത്രി അവിടെ ചെന്ന ശേഷം അവിടെ സംസാരിച്ച വിഷയങ്ങള് 2023 ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് ആക്രമണത്തെ അദ്ദേഹം വീണ്ടും അപലപിക്കുകയുണ്ടായി. കാരണം ഇത്തരം ആക്രമണങ്ങൾ നിരന്തരമായി ഏറ്റിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മളുടെ നാട്ടിലും ഇത്തരം ആക്രമണങ്ങൾ വഴി നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ദുരന്തം നമ്മളും നേരിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരേപോലെ ദുഃഖിതരായിട്ടുള്ള മനുഷ്യരുടെ ഒരു ഷെയറിംഗ് ആയിട്ട് വേണം പരിഗണിക്കാൻ. അപ്പൊ അദ്ദേഹം നസറ്റിൽ ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇസ്രായേൽ നനയാത്ത കണ്ണുകളില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചതെന്ന് നമ്മൾ ശ്രദ്ധയോടെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഹോളോകാസ്റ്റില് അവരുടെ യാദ് ഭാഷ്യം എന്ന് പറയുന്ന ഹോളോകാസ്റ്റിനെ സംബന്ധിച്ചുള്ള അവരുടെ മ്യൂസിയം പ്രധാനമന്ത്രി സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ അത് ആ ഒരു ഇസ്രായേലിലെ ജനതയും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള രണ്ട് വ്യക്തികളല്ല ഇത്. ഒരു രാജ്യത്തിന് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത
ചെയ്ത് അവിടെ പോകുന്ന ആളാണ്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പൊ അവിടെ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കിയിട്ടുള്ള, അവർക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുന്നു, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ദുഃഖം അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നുള്ള ഒരു ഷെയറിങ് പ്രധാനമായും പ്രധാനമന്ത്രി അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. കൂടാതെ അദ്ദേഹം നെസറ്റിനെ അഡ്രസ് ചെയ്ത സമയത്ത് ഈ അടുത്ത കാലത്ത് ഗാസയിൽ ഉണ്ടാക്കിയിട്ടുള്ള പീസ് പ്ലാനിനെ കുറിച്ചും അദ്ദേഹം മെൻഷൻ ചെയ്യുകയുണ്ടായി. ഇപ്പൊ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ പീസ് പ്ലാൻ, അതിൽ ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. അതൊരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങട്ടെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനി വേണമെങ്കിൽ വിമർശകർക്ക് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു കാര്യം, പാലസ്റ്റീൻ 2 സ്റ്റേറ്റ് തിയറി എന്നൊരു കാര്യം അദ്ദേഹം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നോട്ടീസബിൾ ആയിട്ടൊരു വസ്തുതയാണ്. കാരണം അദ്ദേഹം അവിടുത്തെ പാർലമെന്റിനെ അഡ്രസ് ചെയ്യാൻ പോയത് പാലസ്തീനികൾക്ക് വേണ്ടിയല്ല, അദ്ദേഹം അവിടെ നെസറ്റിനെ അഡ്രസ് ചെയ്യാൻ പോയത് ഇന്ത്യക്ക് വേണ്ടിയാണ്. അപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹം അവിടെ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചിട്ടുള്ളത്. ആ മേഖലയിൽ സമാധാനം ഉണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ഇന്ത്യൻ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് പിന്തിരിഞ്ഞിട്ടുമില്ല. അവിടെ സമാധാനം ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്നും അതിന് ഇപ്പോഴുള്ള പീസ് പ്രോസസ്സുകൾ ഉതകുമെന്ന് ആശിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പൊ ഇത്തരം വിമർശനങ്ങൾക്ക് വാസ്തവത്തിൽ വെറും പോളിറ്റിക്സ് മാത്രമാണ്. വേറെ രാജ്യത്തിന്റെ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത ആളുകൾ ആരുടെയൊക്കെ വിഷയങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രേരിപ്പിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇറാനിൽ നടക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നമോ അതൊക്കെ ലോക പ്രശ്നങ്ങളാണ്. നമ്മളതിനകത്ത് അറിയാത്ത ആളുകളല്ല, നമുക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഇപ്പോൾ പോയിട്ടുള്ളത് ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനല്ല. അവിടെ പോയിട്ടുള്ളത് ബയലാറ്ററൽ ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഇസ്രായേലും ഇന്ത്യയിലും തമ്മിലുള്ള വ്യാപാര കരാറുകളെ കുറിച്ച്, ഡിഫൻസ് പാക്റ്റുകളെ കുറിച്ച്, നമ്മൾ വിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച്, ഇത്തരം വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോയിട്ടുള്ളത്. പെരിഫറൽ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യും എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. ശ്രീമതി ഷൈനി ബാബു, നമുക്കറിയാം പലപ്പോഴും ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരെ ഒരു ശത്രു പക്ഷത്ത് നിർത്തുന്ന ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ട്. പലപ്പോഴും സൗമ്യ സന്തോഷ് അവരുടെയൊക്കെ ഒരു മരണത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് നടത്തിയ ഒരു സന്ദർശനം അവിടുത്തെ മലയാളി സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെ? മാത്രമല്ല അവിടുത്തെ മലയാളി സമൂഹവും അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹവും പ്രത്യേകിച്ച് കെയർ ടേക്കിംഗ് മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ ഈ സന്ദർശന വേളയിൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ശ്രീമതി ഷൈനി ബാബു. നമസ്കാരം. ഞങ്ങളെല്ലാവരും ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരുടെ പൊതുവെ നരേന്ദ്രമോദിജിയുടെ ഈ ഒരു സന്ദർശനത്തെ ഒരുപാട് സ്വാഗതാർഹം കൊടുത്തുകൊണ്ട് കാണുന്ന ഒരു വസ്തുതയാണ്. 2017 അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്ത സമയം കുറച്ചേറെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു സ്പീച്ച് കേൾക്കാനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിനകത്ത് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ, വരുന്ന കിങ് ഡേവിഡ് ഹോട്ടലിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു സ്വീകരണം ആ ഹോട്ടലിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ എംബസി വോളണ്ടിയറിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ, അതായത് നമ്മൾക്ക് ഇവിടെ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണ്ട സമയത്ത് നമ്മൾ എംബസിനെ കോൺടാക്ട് ചെയ്യുകയും എംബസിയായിട്ട് സഹകരിക്കുകയും എംബസിയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന വോളണ്ടിയറിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കുറച്ചുപേരെ കോൺടാക്ട് ചെയ്ത് അവർ വഴി കുറച്ചുപേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും പേരെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു ക്ലോസ്ഡ് സ്വീകരണമായിരുന്നു ആകപ്പാടെ ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്കായിട്ട് ഇവിടെ തുറന്നു കിട്ടിയിരുന്നത്. എനിക്കും എന്താ പറയുക, ഇൻവിറ്റേഷൻ കിട്ടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ കുറേയേറെ ആൾക്കാരെ അവിടേക്ക് പറഞ്ഞു വിടാനും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റി. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചു ഒന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാനും, അല്ലെങ്കിൽ കുറേയേറെ ആൾക്കാർ പേഴ്സണലായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു മെമ്മോറാണ്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ നടത്തി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിസിറ്റോട്ട് എന്നൊക്കെ നമുക്കത് ബോധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ആ ഒരു കാര്യം എംബസിയുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത്തവണത്തെ വിസിറ്റിൽ അങ്ങനെ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങനൊരു ചെറിയൊരു മീറ്റിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാലും കുറച്ചു പേർക്ക് പങ്കെടുക്കാൻ പറ്റി. ചെറിയ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് നല്ല ഊഷ്മളമായ ഒരു വരവേൽപ്പ് കൊടുക്കുകയുണ്ടായി ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പേഴ്സണലി വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഞങ്ങൾക്ക്. ഈ ഒരു വിസിറ്റിനോട് കൂടി, ഒരു സന്ദർശനത്തോടു കൂടി നമുക്ക് ഇന്ത്യക്കാർക്ക്
മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറേയേറെ പ്രതീക്ഷകൾ ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, 2022 ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇസ്രായേൽ ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെടുകയുണ്ടായി. ആദ്യമായിട്ട് കെയർ ഗിവിംഗ് സെക്ടറിലേക്കുള്ള ഇങ്ങോട്ടേക്കുള്ള റിക്രൂട്ട്മെന്റിന് ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് ആയി. അതിനുശേഷം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കും അതായത് G2G, ഇവിടേക്ക് നമ്മൾ ആൾക്കാർ വരുന്നത് റിക്രൂട്ട്മെന്റ് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് B2B, 2 G2G, ബിസിനസ് ടു ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ടു ഗവൺമെന്റ്. അപ്പൊ ഈ G2G എന്ന് പറയുന്ന ഈ ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് പാസ്സായി എന്ന് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവിടേക്ക് ആൾക്കാർ ജോലിക്കായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ആകപ്പാടെ വന്നുകൊണ്ടിരുന്നത് കെയർ ഗിവിംഗ് സെക്ടറിലേക്ക് മാത്രമാണ്. 2023 ഒക്ടോബർ 7 യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ മേഖല നമുക്ക് തുറന്നു കിട്ടി. അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന് പരസ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാലോ. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടും ജോലി സാധ്യത കുറവായതുകൊണ്ടും പ്രത്യേകിച്ച് ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിൽ കിട്ടാവുന്ന ശമ്പളവും ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധമുള്ള ഒരു രാജ്യമാണെന്ന് പോലും ചിന്തിക്കാതെ ആൾക്കാർ എരച്ചു കയറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിലേക്ക് ഒന്നും ചിന്തിക്കാതെ, യുദ്ധത്തെ പോലും ഭയക്കാതെ ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തോട് അത്രയും പ്രതീക്ഷയുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക്. അപ്പോൾ ഇവിടേക്ക് ആൾക്കാർ വന്നു. പക്ഷെ ആ സമയത്ത് നമുക്കൊരു ബയലാറ്ററൽ എഗ്രിമെന്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അഗ്രികൾച്ചർ മേഖലയിൽ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം അഗ്രികൾച്ചർ മേഖല കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആൾക്കാർ വരാൻ തുടങ്ങി, ഇൻഡസ്ട്രിയൽ മേഖലയിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്കും ക്ലീനിങ് ജോബിലേക്കുമുള്ള ട്രേഡ് വിസകൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒന്നും ബയലാറ്ററൽ എഗ്രിമെന്റ് പാസ്സായിട്ടില്ലെങ്കിലും കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് ഓൾറെഡി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇസ്രായേൽ ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് പാസ്സായിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഒരുപോലെ ഉപയോഗിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് മെഡിക്കൽ മാത്രം പൈസ കൊടുത്ത് 1 ലക്ഷത്തിന് താഴെയും അല്ലെങ്കിൽ 1-1.5 ലക്ഷം രൂപയോ മുടക്കി ഇവിടെ ഇറങ്ങുമ്പോൾ അതേ വിസ, അതേ ജോലിക്കുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ചെയ്യുന്നത് 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം വരെ പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. ചില ആൾക്കാർ ഉടുപ്പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ വളരെ തുച്ഛമായ പൈസ കൊടുത്ത് ഇവിടെ ഇറങ്ങിയ ആൾക്കാരുണ്ട്. പക്ഷെ ഈ വരുന്നവരെല്ലാവരും വരുന്നത് ഒരേ ജോലിക്കാണ്, കിട്ടുന്നത് ഒരേ ശമ്പളമാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സർവീസ് ചാർജ് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന് ശേഷം ഈ ബയലാറ്ററൽ എഗ്രിമെന്റിനെ കുറിച്ച് കൂടുതൽ ചർച്ച ഉണ്ടാകുമെന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ഈ ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാർ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ജോലിയോ, ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലിയോ, പ്രതീക്ഷിക്കുന്ന ജീവിത സാഹചര്യങ്ങളോ ഒരുപാട് ആൾക്കാർ പരാതികൾ പറയുന്നുണ്ട്. അവരുടെ താമസ സൗകര്യങ്ങൾ, അവരുടെ ശമ്പളം, അവരുടെ ജോലിയുടെ മണിക്കൂറുകൾ, അവർ അവിടുന്ന് വന്നപ്പോൾ പ്രതീക്ഷിച്ച അത്രയും ജോലികൾ അവർക്ക് കിട്ടുന്നില്ല. അവർ പഠിച്ചിട്ട് വന്ന അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോലി അല്ല അവർക്ക് കിട്ടുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ ഇത് നമ്മൾ പല പ്രാവശ്യം എംബസി ത്രൂ, മിനിസ്ട്രി ത്രൂ ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയിക്കുന്നുണ്ട്, മെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം, അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ ഒരു സന്ദർശനത്തിന് ശേഷം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംബസിയുമായിട്ട് നമ്മുടെ നരേന്ദ്രമോദിജി ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ഗവൺമെന്റിനോട് അത് എന്താ പറയുക ആവശ്യപ്പെടും നമുക്ക് വേണ്ടിയിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ. തീർച്ചയായും ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. ഡോക്ടർ അഭിലാഷ്, നമുക്കറിയാം നേരത്തെ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഭീകരതയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഇരകളാകുന്ന കാര്യത്തിൽ ഇസ്രായേലും ഇന്ത്യയും തുല്യ ദുഃഖിതർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഭീകരതയ്ക്കെതിരെ ഒരു കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിലൂടെ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയില്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. ഈ സുന്നി ഷിയ എക്സ്ട്രീമിസത്തിനെതിരെ ശക്തമായിട്ടുള്ള യോജിച്ചുള്ള പോരാട്ടം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് നടത്തിയ ഒരു സന്ദർശനം എത്രത്തോളം നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഡോക്ടർ അഭിലാഷ്?
തീർച്ചയായും ഇന്ത്യയും ഇസ്രായേലും ഭീകരാക്രമണത്തിന്റെ ഇരകൾ മാത്രമല്ല, ഭീകരാക്രമണത്തിനെതിരായിട്ടുള്ള ആഗോള ചെറുത്തുനിൽപ്പിന്റെ മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഭീകരാക്രമണം എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് മുംബൈ ആക്രമണം. ആ മുംബൈ ആക്രമണത്തിൽ മുംബൈയിലെ ചബാഡ് ഹൗസ് ഉൾപ്പെടെയുള്ള ജൂയിഷ് സ്ഥാപനങ്ങളെ കൂടി ടാർഗറ്റ് ചെയ്യുക വഴി ഇന്ത്യക്കുള്ളിൽ പോലും ജൂതർ സേഫ് അല്ലാതാവാനുള്ള സാധ്യത പോലും അവർ തെളിയിക്കുകയുണ്ടായിരുന്നു ഒരു സമയത്ത് ഭീകരവാദികൾ. പക്ഷേ ആ കാലഘട്ടത്തിന് ശേഷം 2014 നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും റിലേഷൻഷിപ്പ് വളരെ വളരെ വലിയൊരു രീതിയിലേക്ക് മുന്നേറുകയാണ്. അതിൽ തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൗണ്ടർ ടെററിസം മെഷേഴ്സ്, എസ്പെഷ്യലി ടെക്നോളജി, ഡിഫൻസ് പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയുടെ ശക്തിപ്പെടുത്തൽ, അതുപോലെ സ്മാർട്ട് ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾ വഴി ഭീകരവാദത്തിനെതിരെ സാങ്കേതികവും ശാക്തികവുമായിട്ടുള്ള ഒരു മുന്നണിയായിട്ട് കൂടുതൽ ശക്തിയോടെ രൂപപ്പെടാനായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് നേരത്തെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, 2047 ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ നമ്മുടെ ഒരു തേർഡ് പൊസിഷൻ ഇൻ ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്ന ആ ഒരു മൂവിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബഹുമാനപ്പെട്ട ഇസ്രായേൽ നേതാവായ ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഈ ഒരു അലയൻസ് ഫോക്കസ് ചെയ്യുന്നത് കൂടി ഇതിന്റെ ടേക്ക് അവേസ് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അപ്പം കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഓപ്ഷനായി നിൽക്കുകയും അതിനെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മ്യൂച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ മ്യൂച്വൽ കോഓപ്പറേഷൻ വഴി പല മേഖലകളിലും വളരെ വലിയൊരു വളർച്ച ലക്ഷ്യമിടുകയും നമ്മുടെ കോർ പോളിസി ആയിട്ടുള്ള 2047 ഒരു യാത്ര കൂടി കൂടുതൽ ശക്തിയായിട്ട് ഇന്ത്യയും ഇസ്രായേലും തുടരുകയാണ് എന്നുള്ളത് കൂടിയാണ് ഞാനിവിടെ നോക്കിക്കാണുന്നത്. ഓക്കെ. ഒപ്പം തന്നെ അങ്ങോട്ട് മറ്റൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഞാൻ ജോസ് സാറിനോട് ചോദിച്ചൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇതിനെതിരെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് നമുക്കറിയാം സ്വാഭാവികമായിട്ടും വരുന്ന വിമർശനങ്ങൾ വരുന്ന ഒരു സൈഡുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിനെതിരെ. മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന ഗാസ വിഷയത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അത് പോയത് ശരിയായില്ല, അല്ലെങ്കിൽ അതിനെതിരെ പ്രധാനമന്ത്രി പ്രതികരിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അത് നൽകുന്ന ഒരു സൂചന ഈ ഇന്ത്യ ഇസ്രായേൽ ഒരു ബന്ധം ഇങ്ങനെ ശക്തിപ്പെടുന്നത് അത് ചിലരെയൊക്കെ ഇങ്ങനെ അസ്വസ്ഥരാക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന, നമുക്കറിയാം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സർക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നാം കാണേണ്ടതല്ലേ ഡോക്ടർ അഭിലാഷ്? തീർച്ചയായും. കാരണം ചിലർക്ക്, പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ കക്ഷികൾക്കോ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിനകത്തേക്ക് ഹമാസ് ഇഷ്യൂവിനെയോ അല്ലെങ്കിൽ മറ്റ് ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെയോ ഒക്കെ കൊണ്ടുവന്ന് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ നാനാവിധത്തിലുള്ള ഗുണങ്ങൾ അറിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർ ഇത്തരം ശബ്ദങ്ങളെ അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ അവഗണിക്കുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇന്ത്യ ബന്ധം എന്ന് പറയുന്നത് ഫോർമലൈസേഷന് മുമ്പ് പോലും ഉണ്ടായിരുന്ന വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ്. ഇന്ത്യയുടെ ഏത് കാലത്തെയും ഫെയർ വെതർ ഫ്രണ്ട് അല്ലെങ്കിൽ ഏത് കാലത്തെയും സുഹൃത്ത് എന്ന് നമുക്ക് ഉറപ്പായും വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ പറയുന്ന പോലുള്ള ടെററിസം. ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു നയമാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതിനെതിരെയുള്ള പ്രതിപക്ഷ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ജനങ്ങൾ അവഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു അസാധ്യത തിരിച്ചറിയുന്ന ഒരു വലിയ സമൂഹം എന്ന് നമുക്ക് പോകേണ്ടതെന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അവർ വളരെ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ. അത് നമുക്ക് സോഷ്യൽ മീഡിയ മാത്രമല്ല മറ്റു പല മേഖലകളും കൃത്യമായിട്ട് അറിയുന്നുണ്ട്. വ്യക്തമാണ്. ഡോക്ടർ ജോസ് മലിക്കിച്ചേരി, നമുക്ക് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാൻ ആ എയർപോർട്ടിലേക്ക് എത്തുന്ന ആ കാഴ്ച ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വളരെ വ്യക്തമാണ്. എത്രത്തോളം ഒരു ഊഷ്മളമായാണ് അദ്ദേഹം, അല്ലെങ്കിൽ എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ആ വരവിനെ, നരേന്ദ്രമോദിയുടെ ആ വരവിനെ അദ്ദേഹം നോക്കിക്കാണുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുകയുണ്ടായി, ലോകപ്രശസ്തമായ മോഡി ഹഗ് എനിക്ക് കിട്ടി എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മാത്രമല്ല ഇസ്രായേൽ ആ ഒരു പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. മറ്റേത് സംസ്കാരത്തെക്കാളും മറ്റേത് രാജ്യത്തെക്കാളും യഹൂദരെ പീഡനം അല്ലെങ്കിൽ യഹൂദർക്ക് പീഡനം അഴിച്ചുവിടാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്, അത് ഞങ്ങൾ എക്കാലവും നന്ദിയോടെ തന്നെ സ്മരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം വൈകാരികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തെ അവർ നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേൽ ഭരണകൂടവും ഇസ്രായേൽക്കാരും?
അദ്ദേഹം നരേന്ദ്രമോദിയെ നരേന്ദ്ര എന്നാണ് വിളിച്ചത്. അത് ഈ ഇംഗ്ലീഷ് കൾച്ചർ അനുസരിച്ച് ആ ഫസ്റ്റ് 9 എടുത്ത് വിളിക്കുക എന്ന് പറയുന്നത് അത്തോളം ആ സ്വാതന്ത്ര്യത്തെയാണ് അത് കാണിക്കുന്നത്, അടുപ്പത്തെയും ഫ്രണ്ട്ഷിപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചു എനിക്ക് തോന്നുന്നു അദ്ദേഹം ബിബി എന്നാണ് വിളിച്ചത് അല്ലേ? ബിഗ് ബി ഇദ്ദേഹം തിരിച്ചു വിളിച്ചു. സാറിന് നരേന്ദ്രമോദി ആരും നരേന്ദ്ര എന്ന് വിളിക്കാൻ കേട്ടിട്ടില്ല, ഇദ്ദേഹത്തെ നരേന്ദ്ര എന്നാണ് വിളിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുകയുണ്ടായി, ഈ ഹഗ് ഇത് എന്റെ ഹഗ്ഗല്ല, ഇത് മുഴുവൻ ഇസ്രായേൽ ജനതയുടെ ഹഗ്ഗാണെന്ന് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയും. ഇസ്രായേൽ രാജ്യത്തെ ഓരോ പൗരന്റെയും ഹഗ്ഗാണിത്, ഇന്ത്യക്കുള്ള ഹഗ്ഗാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, അവര് പിന്നെ ഒരു സിംഹത്തിന്റെ ഇടയിൽപ്പെട്ട മുള്ളൻപന്നിയെ പോലത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. സിംഹക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ട അവരതുപോലെ പ്രതിരോധിച്ച് നിൽക്കുന്നവരാണ്. അവർക്ക് സൗഹൃദങ്ങളില്ല, സുഹൃത്തുക്കളില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞു നിന്ന് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരൊരു ഒരു 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 ഓൾ വെതർ ഫ്രണ്ടായി ഇന്ത്യയെ കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പൊ ഇന്ത്യ ജ്യൂസിനെ പീഡിപ്പിക്കാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. നമ്മളുടെ ഇവിടെ മട്ടാഞ്ചേരിയില്, കൊച്ചിയില് 2000 വർഷത്തോളം ജൂതന്മാര് സേഫായി താമസിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. കൂടാതെ കൊങ്കൺ കോസ്റ്റ് ഓഫ് മഹാരാഷ്ട്രയില് ജൂതന്മാര് വസിച്ചിരുന്നു. കൂടാതെ മുംബൈയിലെ ജൂതന്മാര് വസിച്ചിരുന്നു, കൊൽക്കത്തയിലെ ജൂതന്മാര് വസിച്ചിരുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെ ഒന്നും ജൂതന്മാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നില്ല. നേരെ മറിച്ച് യൂറോപ്പിൽ വസിച്ചിരുന്ന ജൂതന്മാർക്ക് എല്ലാ കാലങ്ങളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അറബ് രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന ജൂതന്മാർക്കും അവരുടെ കഴുത്തിനെ രക്ഷിച്ചെടുക്കാൻ വലിയ പാടായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളില് 10,000 വർഷത്തെ പ്രവാസ കാലത്തിന്റെ വിഷയത്തില്. നമുക്കറിയാവുന്ന പോലെ 2700 BC 750-ലും BC 536-ലും അതിനുശേഷം റോമൻ എംപയറിന്റെ കാലത്ത് AD 131-ലും ചിതറിക്കപ്പെട്ട ജൂത സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ട ജൂത സമൂഹത്തിൽ ഇന്ത്യയിലെ ജൂതന്മാര് BC കാലഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നാണ് ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മട്ടാഞ്ചേരിയിൽ ഇവിടെ കൊടുങ്ങല്ലൂര് താമസിച്ചിരുന്ന ജൂതന്മാരെ കാണാൻ വേണ്ടിയാണ് സെന്റ് തോമസ് വന്നിരുന്നത് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്ന പ്രബലമായ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ വാസ്തവത്തിൽ നമ്മൾ കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ പ്രഡീസേഴ്സ്, നമ്മളുടെ മുൻഗാമികൾ എന്ന് പറയുന്ന ജൂതന്മാരാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കൊടുങ്ങല്ലൂര് ഉണ്ടായിരുന്ന തോമാസ് ലീഹായുടെ പരിചയക്കാരും ബന്ധുക്കളുമായിരുന്ന ഇസ്രായേലിയരെ സുവിശേഷം അറിയിക്കാൻ സെന്റ് തോമസ് അവിടെ എത്തുകയും അവർക്ക് സെന്റ് തോമസ് സുവിശേഷം പകർന്നു കൊടുക്കുകയും അവർ അവിടെ വസിച്ച് അവര് പിന്നീട് ഇന്ത്യക്കാരായി മാറുകയും ചെയ്തതിന്റെ ബാക്കിയാണ് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നുള്ള പ്രബലമായ ഒരു തിയറി ഉണ്ട്. വിച്ച് മീൻസ് അവർ ഫോർഫാദേഴ്സ് ആർ ജ്യൂസ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ റിസർച്ച് ഫീൽഡിൽ ഉള്ളതും ഡിസ്കസ് ചെയ്യപ്പെടുന്നതുമായ സംഗതിയാണ്. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ജൂതന്മാരെ സംബന്ധിച്ച് ഇവരതെല്ലാം എക്സ്റ്റൻസീവായിട്ട് പഠിക്കുന്ന കാര്യമാണ്. നമുക്കറിയുന്നത് പോലെ അടുത്ത കാലത്താണ് മണിപ്പൂരിൽ നിന്ന് മനാസെ ഗോത്രത്തിൽ നിന്ന് BC കാലഘട്ടത്തിൽ 750-ലെ പ്രവാസ കാലത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ജൂതന്മാരുടെ ഒരു സംഘം മനാസെ ഗോത്രത്തിലെ ലോസ്റ്റ് ട്രൈബായിട്ട് ഇന്ത്യയിൽ ഉണ്ടെന്ന് കണ്ടെത്തി 5500 പേരെ അടുത്ത കാലത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയ കാര്യം നമുക്കറിയാം. വേറെ 12,000 പേരെ കൊണ്ടുപോകാൻ വേണ്ടി അവർ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇസ്രായേൽ ഒരുങ്ങുന്നുണ്ട്. അപ്പം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം, ഒരു രക്തബന്ധം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. വ്യക്തമാണ്. ഞാൻ ശ്രീമതി ഷൈനിലേക്ക് വരികയാണ്. അതായത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സന്ദർശനം ഇസ്രായേലിന്റെ ഗ്രൗണ്ടിൽ അത് ചെലുത്തിയ ഒരു ഇമ്പാക്ട് എന്തൊക്കെയാണ് നമുക്കറിയാം. അതിനു മുമ്പ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ വലിയ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി ഈ ഒരു സന്ദർശനത്തിന് കൊടുത്തിരുന്നു. ജെറുസലേം പോസ്റ്റ് പോലുള്ള മാധ്യമങ്ങൾ ഫ്രണ്ട് പേജിൽ തന്നെ ഈ ഒരു വാർത്തയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിലെ ആ ഒരു പൾസ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തദ്ദേശീയരായിട്ടുള്ള ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായ ആ ഒരു സന്തോഷം, ആ ഒരു ഊഷ്മളത ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ ശ്രീമതി ഷൈനി? എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾ കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിലും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ജോലി ചെയ്യുന്ന ഓരോ ഫാമിലി, ഞങ്ങളുടെ എംപ്ലോയർമാരും അവരുടെ ഫാമിലികളും ഒക്കെ ആയിട്ട് നല്ല ഡീപ്പ് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കെയർ ഗീവേഴ്സിന്റെ ഗ്രൂപ്പ്. മറ്റുള്ള ആൾക്കാരെല്ലാം ഇപ്പം പുതിയതായിട്ട് ഇസ്രായേലിലേക്ക് വന്നതാണ്. അപ്പൊ എപ്പോഴും ഇപ്പൊ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയും ബിബിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 2017 മോദിജി ഇവിടെ വിസിറ്റ് ചെയ്ത് പോയതിനു ശേഷം
മിക്കവാറും തന്നെ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ കെയർ ഗീവർമാരും ഒരു പുതിയ ജോലിയിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പുതിയ ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് റോഷം ഇംഷലത്രഹേം ഹവേർ ഷെൽ റോഷം ഇംഷല ഷെലാണ്. ഇത് ഹീബ്രുവിൽ പറയുന്നതാണ്. അതായത് നിങ്ങളുടെ റോഷം ഇംഷല എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള അർത്ഥമാണ്. നിങ്ങളുടെ പ്രൈം മിനിസ്റ്ററും ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത് എവിടെയും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ കേട്ട് പഴകിയ ഒരു കാര്യമാണ്. അപ്പോൾ നരേന്ദ്രമോദിജി ഇസ്രായേലിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇപ്പൊ എന്റെ ഒരു പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിലുള്ള എല്ലാവരും ആദ്യം തന്നെ കാണുമ്പോഴത്തേക്കും പറഞ്ഞത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന ദിവസം നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ടല്ലോ, ഇസ്രായേലിലേക്ക് വരുന്നുണ്ടല്ലോ, മോദി ബീബിയെ കാണാൻ എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എല്ലാ ദിവസവും ഇത് തന്നെയാണ് നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്ട്സും ഇവര് തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ള യുദ്ധത്തിന്റെ മുന്നറിയിപ്പുകളും കോലാഹലങ്ങളും ഒക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒരു വേള നമ്മൾ പകച്ചിരുന്നു, ഈ സന്ദർശനം സാധ്യമാകുമോ, ഇത് നടക്കുവോ, അതിനു മുമ്പെങ്ങാനും യുദ്ധം പൊട്ടി പുറപ്പെടുവോ, അവസാനം നരേന്ദ്രമോദിജി ഇവിടെ ഇസ്രായേലിൽ വന്ന് ഇറങ്ങുന്നത് വരെ ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ്, ഒത്തിരിയും ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷകളോടും കൂടിയാണ് ഇസ്രായേൽ ജനത നരേന്ദ്രമോദിജിയുടെ ഈ ഒരു സന്ദർശനത്തിനെ നോക്കിക്കാണുന്നതും അവർ പ്രതീക്ഷിച്ചിരുന്നതും. പ്രത്യേകിച്ച് ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ച ആ ഒരു വികാരം എനിക്ക് പേഴ്സണലി മനസ്സിലാകും. കാരണം ഡിസംബർ മാസത്തില് ഞാൻ പാർലമെന്റിൽ പോയിരുന്നു. നമ്മുടെ ഇവിടെ കെയർ ഗീവേഴ്സിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷന് ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഞാൻ നാട്ടിലെ പാർലമെന്റ് ഇതുവരെ കണ്ടിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ ഇസ്രായേലിലെ പാർലമെന്റിൽ എനിക്ക് കയറാൻ പറ്റി. അതിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ആ ഒരു ഫ്ലോറിന്റെ ഏറ്റവും താഴെ തുടക്ക കാലങ്ങളിൽ അവർ കൂടിയിരുന്ന ഒരു സ്ക്വയർ അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ തുടക്കത്തില് അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ മേലേക്ക് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്ന ബിൽഡിംഗ് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ കൂടിയിരുന്ന ആ ഒരു സ്ക്വയർ ഒക്കെ അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ബെൻഗുറിയോൺ മുഖ്യമന്ത്രി ബെൻഗുറിയോൺ മുതൽ ഉള്ള എല്ലാവരുടെയും സൈൻ കയ്യൊപ്പുള്ള ഒരു പോസ്റ്റർ ആ ഒരു ഹോളിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഡിസ്കഷന് വേണ്ടിയിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലി വക്കീലും എന്റെ മോൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി നിന്നപ്പോൾ എന്നെ ആ വക്കീല് ഈ ഒരു സൈനും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തന്ന് ഇവരാദ്യം കൂടിയിരുന്ന ആ ഒരു സ്ക്വയർ ഒക്കെ കാണിച്ചു തന്നപ്പോൾ പുള്ളിക്കാരി കരയുവാണ്. അവര് അറിയാതെ കരഞ്ഞു പോവുകയാണ്. അപ്പൊ ഒരു ഇസ്രായേലിയുടെ വികാരം നമ്മൾ ആ ഒരു പാർലമെന്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവർ കടന്നു പോകുന്ന വിഷമങ്ങൾ, അവർ കടന്നു പോകുന്ന ആ ഒരു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അവർ ആ പാർലമെന്റിൽ കയറുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുവരെയും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നേതാവ് പോലും ചെയ്യാത്ത ഒരു കാര്യം ആ പാർലമെന്റിൽ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് അവിടെ മെമ്പേഴ്സിനെ എല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നരേന്ദ്രമോദിജി കിട്ടിയ ആ ഒരു അവസരത്തിൽ അദ്ദേഹം അത്രയും വികാരഭരിതനായി സംസാരിച്ചതിൽ യാതൊരു എന്താ പറയാ, അതിനകത്ത് നമുക്കൊരു വേറൊരു സംശയം നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് അവിടെ ചെന്ന് നിന്നാലേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഇസ്രായേൽ പാർലമെന്റില് ക്നെസറ്റില് സംസാരിക്കാനായിട്ട് നമ്മുടെ നരേന്ദ്രമോദിജി എഴുന്നേറ്റ് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇവിടുത്തെ ആൾക്കാരുടെ സന്തോഷം അതിനുള്ളിൽ ഇരുന്നവരുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ടു നിന്ന ആ ഒരു പ്രസംഗം തുടക്കം മുതൽ അവസാനം വരെ കേട്ടിരുന്ന ഒരാളാണ് ഞാൻ. എത്ര പ്രാവശ്യം ഈ ക്നെസറ്റ് മെമ്പേഴ്സ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നുള്ളത് എണ്ണി നമുക്ക് പറയാൻ പറ്റും. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉള്ള അവരനുഭവിക്കുന്ന വികാരത്തിൽ നിന്നാണ്, അവരറിയാതെ അവരിയ്ക്കുന്നിടത്ത് നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം എഴുന്നേറ്റ് നിന്ന് അപ്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ അത്രയും സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചതെന്നുള്ളതാണ്. പിന്നെ നരേന്ദ്രമോദിജി അവിടെ പറയുകയുണ്ടായി, എന്നോടൊപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 1.4 ബില്യൺ ഇന്ത്യൻസിന്റെ സ്നേഹവും സപ്പോർട്ടുമാണ് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതേ കാര്യം തന്നെ ബിബിയും പറയുന്നു. അദ്ദേഹത്തിന് കൊടുത്ത ഹഗ് ഇപ്പൊ നേരത്തെ നമ്മുടെ ജോസോൺ സാർ പറഞ്ഞതുപോലെ, അവര് പറഞ്ഞതുപോലെ ആ ഒരു ഹഗ്ഗില് ഇസ്രായേലിലുള്ള എല്ലാവരുടെയും ഹഗ്ഗാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദിജിയും പറഞ്ഞത്. എന്നോടൊപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 1.4 ബില്യൺ
ഇന്ത്യൻ ജനതയുടെ സ്നേഹവും സപ്പോർട്ടുമാണ് എന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴുള്ള ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അത് ഇപ്പൊ നമ്മൾ എവിടെ പബ്ലിക്കിൽ പോയാലും നമ്മളത് അനുഭവിക്കുന്നതാണ്. ഇപ്പൊ ഇന്നലത്തെ പാർലമെന്റിലെ ആ ഒരു അഭിസംബോധനയ്ക്ക് ശേഷം നമ്മളെ കാണുന്ന ആൾക്കാരൊക്കെ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവിടുത്തെ TV ചാനലിൽ രാവിലെ 8 മണിക്ക് ഒരു ഡിസ്കഷൻ ഉണ്ട്. തലേ ദിവസത്തെ നമ്മുടെ പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു വിഷ്വലൊക്കെ എടുത്തു വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു രാവിലെ 8 മണിക്കുള്ള ഒരു ഡിസ്കഷൻ ഞാൻ കണ്ടപ്പോൾ അതിലെ അവതാരിക പറയുകയാണ്, നമ്മളുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന നരേന്ദ്രമോദിജിയെ ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നതും ഇതിനു മുമ്പ് 2017 ഇവിടെ വന്നപ്പോ ഇവർ രണ്ടുപേരും കൂടി ഹദേരയിലുള്ള ഒരു ബീച്ചിൽ പോകുമ്പോ ചെരുപ്പ് പോലും ഇല്ലാതെ രണ്ടുപേരും കൂടി ഒരുമിച്ച് പാൻ്റൊക്കെ നനച്ച് ബീച്ചിൽ ഇറങ്ങി ആ ഒരു നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു വിഷ്വലൊക്കെ എടുത്തു വെച്ചിട്ട് എത്രമാത്രം എളിമയുള്ള ഒരു മനുഷ്യനാണ്, ഡൗൺ ടു എർത്ത് എളിമയുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പോലും അത് ഫോളോ ചെയ്ത് നരേന്ദ്രമോദിജി എന്ത് ചെയ്യുന്നു അതേപോലെ ബിബിയും ഫോളോ ചെയ്യുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണെന്നൊക്കെ ഇവിടുത്തെ TV മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്കും ഇവിടെയുള്ള സിറ്റിസൺസിലേക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചേർന്നാലുള്ള പ്രയോജനങ്ങളെ കുറിച്ചൊക്കെയുള്ള അവബോധം ആൾക്കാരിലേക്ക് എത്തിക്കാനും ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ മാധ്യമങ്ങളുടെ ആ ഒരു പ്രവർത്തനവും ഒക്കെ അതൊരു ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അത് കണ്ട് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാരിലേക്ക് പോലും അതൊരു ചിന്തയായിട്ട് കൊടുക്കാനൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്തതും അത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തില് എനിക്ക് തോന്നുന്നില്ല ഒരുമാതിരിപ്പെട്ട ഒരു മാധ്യമങ്ങളും ഈ നരേന്ദ്രമോദിജിയുടെ ഈ ഒരു സന്ദർശനത്തെ ഒരു വിഷയമാക്കുകയോ അതിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്നത് മതവിദ്വേഷത്തിന്റെയും ഈ മതഭ്രാന്തിന്റെയും ഒക്കെ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മജോറിറ്റി ആൾക്കാർക്കും അറിയത്തുള്ളൂ. പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ യുവതലമുറ തയ്യാറാവുന്നത്. അതിനും സോഷ്യൽ മീഡിയ ഒരു വലിയ സഹായമായ ഒരു ഘടനയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരിലേക്കും അല്ലാതെയുള്ള ആൾക്കാരിലേക്കും ഒക്കെ മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇതിന്റെ പ്രയോജനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതൊരു വലിയൊരു കുറവാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ, അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ രണ്ട് പക്ഷമുണ്ട് കേട്ടോ, രണ്ട് പക്ഷമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. ഇന്നലെയാണെങ്കിലും ആ ക്നെസറ്റില് ഇറങ്ങിപ്പോക്കുണ്ടായിരുന്നു. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അതിനുശേഷം മോദിജി സംസാരിക്കുന്ന സമയത്ത് അവർ തിരിച്ചു വന്നു. ഒരു വാക്കൗട്ട് അവിടെയും ഉണ്ടായിരുന്നു. ഈ ഒരു രണ്ട് പക്ഷം എന്നുള്ളത് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അതിനകത്തൊരു നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതില്ലാതെ പോയതിൽ ഒരുപാട് ഖേദമുണ്ട്. ഇവിടെ ഇസ്രായേലിൽ നിന്നുകൊണ്ട് നേർക്കാഴ്ചകൾ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ആ ഒരു ഇടപെടലിൽ നല്ലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. വളരെ അത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീമതി ഷൈനി ബാബു പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. നമുക്കറിയാം ഡോക്ടർ അഭിലാഷ്, ഈ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇത്തരത്തിൽ കൂടുതൽ ശക്തിപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പം അതിനകത്ത് പാകിസ്ഥാനെ തുർക്കി സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു സാഹചര്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഏത് സമയവും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇസ്രായേൽ അതിശക്തമായിട്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഒന്ന് ഞെട്ടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഡോക്ടർ അഭിലാഷ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി ഷൈനി ബാബുവിനോട് ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. അങ്ങുൾപ്പെടെയുള്ള ഇസ്രായേലിലുള്ള മലയാളികളായിട്ടുള്ള എല്ലാ കെയർ ഗിവിംഗ് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മലയാളികളുടെയും അവരുടെ വഴി നടക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഞങ്ങൾ കൂടി അറിയിക്കുകയാണ് ഇവിടെ. കാരണം വെച്ചാൽ നിങ്ങൾ കൂടി ചേരുന്നതാണ് ഞങ്ങളുടെ ശക്തി എന്നുള്ളത് ഒരു തവണയെങ്കിലും അത് പറയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു അവസരം ഒരുക്കി തന്ന ഷക്കീന ന്യൂസിനും നന്ദിയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സെക്യൂരിറ്റി ക്ലൈമറ്റ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതാണ്. ഇപ്പം കാം ബിഫോർ ദ സ്റ്റോം എന്ന് പറയുന്ന രീതിയിലൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീൽ അല്ലെങ്കിൽ ഫോർവേഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിസിഷൻസ്, ഇനി വരാൻ പോകുന്ന
ഇത്തരത്തിലുള്ള ഡീപ് ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡിഫൻസ് പാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴി അല്ലെങ്കിൽ അയൺ ബീം അക്വിസിഷന്റെ ഒരു പോസിബിലിറ്റി ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ കൂടിയൊക്കെ തന്നെ ഇന്ത്യ ഇസ്രായേൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ശത്രുക്കൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ദാറ്റ് വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റേ സൈലന്റ്, വി ആർ ഗോയിങ് ടു ഷാർപ്പൻ അവർ അറ്റാക്ക്. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ പലരും നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഇൻഡോ ഇസ്രായേൽ ആക്സസ് എന്ന് പറയുന്ന ആ ഒരു ശാക്തിക അച്ചുതണ്ടിന്റെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രയോജനമല്ല, ഒരു ഡിസ്പ്ലേ കൂടി നടക്കാൻ പോകുന്ന ഒരു രംഗം നമ്മൾ കാണേണ്ടി വരുന്നു തന്നെ തോന്നുന്നു. കാരണം ഇസ്രായേൽ ഡിഫൻസ് ടെക്നോളജിയിൽ ഇപ്പൊ തന്നെ നമ്മൾ 38% നമ്മുടെ ആംസ് ഇസ്രായേലിൽ നിന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അതിന്റെ കണ്ടിന്യൂറ്റിയും അതിന്റെ ഒരു അഡ്വാൻസ്മെന്റും ഒക്കെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ഇത് ഇത്തരത്തിലുള്ള ഹോസ്റ്റൈൽ ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള വളരെ വലിയ ഒരു സന്ദേശം തന്നെയായിരിക്കും. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഡിഫൻസ് ടെക്നോളജി പ്ലസ് ഡിഫൻസ് റിലേഷൻസ് എത്രത്തോളം സ്ട്രോങ് ആവുന്നു, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആ ബന്ധത്തിന് അത് കൂടുതൽ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി എ ഡിറ്ററന്റ് മെസ്സേജ് ടു ഓൾ ദോസ് കൺട്രീസ് ദാറ്റ് ആർ അഗൈൻസ്റ്റ് ബോത്ത് ഇന്ത്യ ആൻഡ് ഇസ്രായേൽ. ഓക്കെ, ഡോക്ടർ ജോസ് ജോൺ മല്ലീശ്ശേരി, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഇവിടുത്തെ പ്രതിപക്ഷം പലപ്പോഴും ഇസ്രായേലിനോട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട്, അത് അക്ഷരാർത്ഥത്തിൽ ഈ വോട്ട് ബാങ്ക് നോക്കി അവർ സ്വീകരിക്കുന്ന ആ ഒരു പാപ്പരത്വം തന്നെയല്ലേ ഡോക്ടർ ജോസ് ജോൺ മല്ലീശ്ശേരി? നമ്മളുടെ പ്രതിപക്ഷം എത്ര അപഹാസ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രകടമായ എക്സാമ്പിൾ ആണ് ഈ ദിവസങ്ങളിൽ ജയറാം രമേശിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റുകൾ. അവര് പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനവുമായി പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ എവിടെയോ കിടക്കുന്ന ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. പാലസ്തീനിൽ കിടക്കുന്നവരെ കുറിച്ച്, ഹമാസിന്റെ ഭീകരവാദികളെ കുറിച്ച്, ഇറാനിലുള്ളവരെ കുറിച്ച്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ 10-20,000 പേര് ഇസ്രായേലിൽ കിടന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് പല വിഷയങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കുവാൻ നമ്മളുടെ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളത് അവരുടെ അങ്ങേയറ്റത്തെ പാപ്പരത്വം കാണിക്കുന്നു. നമ്മളുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ എവിടെയോ കിടക്കുന്ന ആളുകളെ കുറിച്ച്, പാലസ്തീനിൽ കിടക്കുന്നവനോ ഇറാനിൽ കിടക്കുന്നവനോ ഒക്കെയുള്ള ആളുകളെ കുറിച്ചും ഇസ്രായേലിന്റെ പാലസ്തീനുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിന് പകരം ഇവർ ആദ്യം സംസാരിക്കേണ്ടത് ഈ നാട്ടിലെ മനുഷ്യരുടെ വിഷയങ്ങളാണ്. ഈ നാട്ടിലെ മനുഷ്യര് ഇസ്രായേലിൽ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ഈ ഇവിടെ ആദ്യത്തെ ഇതിൽ തന്നെ ഷൈൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. ആ കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ധാരാളം ആളുകൾക്ക് ഇസ്രായേലിൽ തൊഴിൽ സാധ്യതകളുണ്ട്. ഇതല്ലേ പ്രതിപക്ഷമൊക്കെ ഉയർത്തേണ്ട ഒന്നാമത്തെ വിഷയം. ആ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇത്തരം തൊഴിലവസരങ്ങൾ ടാപ്പ് ചെയ്യാൻ പറ്റുമോ? ആ അവസരങ്ങളെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യണം. ഇതൊക്കെയല്ലേ പറഞ്ഞയക്കേണ്ടത്. അല്ലാതെ അവിടെ ഹമാസിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണോ പ്രധാനമന്ത്രിയോട് ഇവർ പറഞ്ഞയക്കേണ്ടത്? നമ്മളുടെ പ്രതിപക്ഷത്തിന്റെ അങ്ങേയറ്റത്തെ ആശയ ദാരിദ്ര്യവും ഇവിടെയുള്ള തീവ്രവാദ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനകത്തുള്ള തീവ്രവാദികളെ പ്രീതിപ്പെടുത്തണമെന്നുള്ള ഒരേ ഒരു താല്പര്യവും മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിനാവട്ടെ, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കാവട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾക്കാവട്ടെ ഉള്ളത് എന്നുള്ളത് അങ്ങേയറ്റം ദയനീയമായ സങ്കടകരമായ അവസ്ഥയാണ്. ഓക്കെ, ശ്രീമതി ഷനി ബാബു, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ അവിടുത്തെ കെയർടേക്കേഴ്സിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിന്റെ മധ്യത്തിലായിട്ട് പറഞ്ഞ ആ ഒരു സെന്റൻസ് ഞങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ അത്രയ്ക്കും കേട്ടിരുന്ന എല്ലാവരുടെയും കണ്ണു നനഞ്ഞ ഒരു സെന്റൻസ് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ കെയർ ഗിവേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ്. ഈ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാറ്റഗറിയിലുമുള്ള ആൾക്കാരെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. കെയർ ഗിവേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു മെഡിക്കൽ പ്രൊഫഷൻ. ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ക്ലീനിങ് ജോബ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി അല്ലാതെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയാനും കാര്യമുണ്ട്. ഈ G2G എഗ്രിമെന്റ് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് NSBC എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടിയാണ് ഈ G2G എഗ്രിമെന്റിൽ കൂടി ആൾക്കാർ ഫ്രീ ആയിട്ട് ഇവിടേക്ക് വരുന്നത്. ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം പേ ചെയ്ത് വരുന്നത്. അത് സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ്. ഓക്കെ, NSDC എന്ന് പറയുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതുകൊണ്ടാണ് സ്കിൽഡ് വർക്കേഴ്സ് എന്ന് അവരെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു NSDC വഴി അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെയും കെയർ ഗിവർമാരെയും ഒരുമിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, ഇസ്രായേലിന്റെ എല്ലാ ക്രൈസിസ് ടൈമിലും ഞങ്ങളുടെ ഇന്ത്യൻ കെയർ ഗിവേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്.
ഇൻക്ലൂഡിംഗ് October 7, 2023. ആ ഒക്ടോബർ 2023 October 7 നടന്ന ആ ഒരു യുദ്ധം തുടങ്ങിയ ആ ഒരു ദിവസം നമ്മുടെ വർക്കേഴ്സ് ഒരുപാട് പേര്, പ്രത്യേകിച്ച് കെയർ ഗീവർ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ എംപ്ലോയർമാരെ പ്രൊട്ടക്ട് ചെയ്ത അനുഭവങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള 2 വനിതകൾ ഒരു ദിവസം മൊത്തം രാവിലെ തൊട്ട് ഉച്ച കഴിഞ്ഞ് വരെ ഒരു അപ്പച്ചനെയും അമ്മച്ചീനെയും ഒരുമിച്ച് ഓക്സിജൻ വരെ ഉപയോഗിക്കുന്ന ഒരു അപ്പച്ചനെയും അമ്മച്ചീനെയും പ്രൊട്ടക്ട് ചെയ്ത് സേഫ് റൂമിൽ, അതായത് സേഫ്റ്റി റൂമിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ രണ്ട് ഹീറോയിൻസ് ഓഫ് കേരള എന്നാണ് ഇവരവരെ വിശേഷിപ്പിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് അവർക്ക് നേരെ കണ്ണടച്ചു കേട്ടോ. അവര് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഒരു അംഗീകാരം പോലും കിട്ടിയില്ല, ഒരു പ്രശംസ പോലും കിട്ടിയില്ല. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് അവരെ അംഗീകരിക്കുകയും ചെയ്തു, അവരെ പ്രശംസിക്കുകയും ചെയ്തു. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം പുറത്തേക്ക് കൊടുത്താണ്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻക്ലൂഡിംഗ് October 7 അവര് ചെയ്യുന്ന സേവനം, വി ആർ പ്രൗഡ് ഓഫ് ദം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടുത്തെ ക്നെസറ്റിൽ വന്ന് നിന്നിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. അതിന് ഞങ്ങൾ അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കും. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് നമ്മൾക്കെതിരെ കണ്ണടയ്ക്കുന്നെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിനുള്ളിലാണെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാവുന്ന, ബോധമുള്ള, കാര്യവ്യക്തതയുള്ള ജനങ്ങൾ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഡോക്ടർ അഭിലാഷ്, ഈ വിഷയത്തിൽ അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്ന ഈ ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കെയർ ഗിവേഴ്സ്, അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ, മറ്റു ടെർഷറി കെയർ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ. അവർക്ക് മാത്രം അംഗീകാരം നിശബ്ദമായിട്ട് നൽകാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം വഴി ഇവിടുത്തെ മുന്നണികൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരെ മോശമായ ഒരു പ്രവണതയാണ്. പക്ഷേ ഇപ്പം നേരത്തെ ശ്രീമതി ഷൈനി പറഞ്ഞതുപോലെ ഭാരതവും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും ഈ കെയർ ഗിവേഴ്സിനെ ഉൾപ്പെടെ കാണുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ലഭിച്ച ഒരു അംഗീകാരമാണ്. ആ അംഗീകാരം മനസാക്ഷിയുള്ള ഓരോ മലയാളിയും കാണുന്നുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യം. വളരെ വ്യക്തമാണ്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം അത് ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് കിടക്കട്ടെ. മാത്രമല്ല, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സഖ്യം ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായി തീരട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു. ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇന്നും എന്നും എന്നേക്കും ഇന്ത്യ ഇസ്രായേലിനൊപ്പം തന്നെ നിലകൊള്ളട്ടെ. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് ഭാരതത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ഒടുവിലായി തന്നെ ഇസ്രായേലിലെ ഇന്ത്യൻ സമൂഹത്തിന്, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അറിയിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ശ്രീമതി ഷൈനി ബാബു, ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ്, 3 പേർക്കും നന്ദി.